ദൈവസന്നിധാനത്തെങ്കിൽ നമ്മുടെ തലകളെ വണക്കി അല്പസമയം നാം ഒരുമിച്ച് കർത്താവിനെ ഈ പ്രഭാതത്തെങ്കിൽ മഹത്വപ്പെടുത്തുവാനായി നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ആത്മാവിന്റെ ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായി ദൈവത്തിന്റെ പാതപടിയായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥന മനോഭാവത്തോടെ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവത്തെ അല്പസമയം നാം ഒരുമിച്ച് വന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ശറാഫുകൾ ആർത്തുകൊണ്ട് അമ്മേ സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്ന പ്രകാരമാണ്, അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കുന്ന എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വലിയൊരു പുരുഷാരം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആമേൻ സിംഹാസനത്തിന് മുമ്പിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരായി നിൽക്കുന്ന കാഴ്ച താൻ ദർശനത്തിൽ കാണുമ്പോൾ ഈ പകൽ ആമേനേറെ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങൾ സമർപ്പിക്കപ്പെട്ടവരായി നമ്മുടെ ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമൻഷങ്ങളും ദൈവഭയത്തിൽ പോക്കി ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിലായിരിക്കാൻ ഈ പകൽ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അതിനായി എല്ലാ കുഞ്ഞുങ്ങളും ആമേൻ തങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയമാക്കി ആരും മൗനമായിരിക്കാതെ അതരങ്ങളെ ഒന്ന് ചലിപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായി വലിയ ദൈവത്തിന്റെ പാദപെടയായിരിക്കുമ്പോൾ ഭൂമിയിൽ നമുക്ക് ലഭ്യമാകുന്ന സമയമൊന്നും ആമേൻ ഉപേക്ഷയെ വിചാരിക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ പകർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ മഹത്വപ്പെടുത്തുവാൻ ഈ പകൽ സ്വർഗം നമ്മെ സഹായിക്കേണ്ടതിനായി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആത്മാവിൽ ഒരുക്കമുള്ളവരായി ഹൃദയത്തിൽ ദൈവിക ചിന്തകൾ ഭരിക്കപ്പെട്ട നമ്മുടെ ചിന്തകൾ ചിതറിപ്പോകാതെ ദൈവസന്നിധിയിൽ അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. നടത്തിയ പരിപാലിച്ച നമ്മെ സ്നേഹിച്ച ക്രൂശുമേൽ തന്റെ പൊന്നോമന പുത്രനെ യാഗമായി നൽകുവാൻ അതേ കരുണ കാണിച്ച മനസ്സലിഞ്ഞ ആ നല്ല ദൈവത്തെ ഈ പകലൊന്ന് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. അമ്മേൻ അന്ധകാരത്തിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അമ്മേൻ സ്വർഗം നമ്മെ വിടുവിപ്പാൻ അമ്മേൻ ദൈവത്തോട് നമ്മെ ഒന്ന് നിരപ്പിക്കുവാൻ അമ്മേൻ ദൈവവും നമ്മുടെ മധ്യയുള്ള ശത്രുത്വം അതേ ഇല്ലാതാക്കുവാൻ നിരപ്പിന്റെ ശുശ്രൂഷകൾക്കായി കാൽവടി ക്രൂശ് ഒരു മുഖാന്തരമായെങ്കിൽ ഈ പകൽ ദൈവത്തിന്റെ പാദപടി നാം നിലനിൽക്കുന്നത് കാൽവടി ക്രൂശാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ അമ്മേ നാം അനുഭവിക്കുന്ന നന്മകൾ ശാരീരികമോ ഭൗതികമോ ആത്മീയമോ ആകട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് ആ നല്ല ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണെന്ന് ഹൃദയത്തിൽ വിശ്വാസത്തോടെ അല്പസമയം നാം ഒരുമിച്ചൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞ് വളരെ ഗൗരവത്തോടെ ആമേൻ എഴുന്നേറ്റ് നിന്ന് ആമേൻ ഹല്ലേലൂയ ഖൈറിനോട് കൂടെ ഒരു ആത്മീയഗീതം പാടി നാം കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് സാധിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആമേൻ സമർപ്പണ മനോഭാവത്തോടെ കർത്താവിന് സ്തോത്രം പാടുവാൻ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. നമ്മുടെ പ്രാണസഖിയാകുന്ന യേശു കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽ നമ്മുടെ മധ്യയുണ്ട്. അവന്റെ കാലൊച്ചകൾ ഹൃദയത്തിൽ ആമേൻ അനുഭവിക്കുന്ന ദൈവമക്കൾ, ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ആമേൻ സ്തോത്രം പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. പ്രാർത്ഥിക്കുമ്പോ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീനത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ
എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നീരാ ഇപ്പോൾ നിൻ പാദത്തിൽ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ദാസർക്ക്
ജീവിതത്തെ നീ കാട്ടുക. കർത്താവേ, നിന്റെ ദാസർക്ക് ജീവിതത്തെ നീ കാട്ടുക. ദൈവശബ്ദം ഈ പകൽ ഞങ്ങളുടെ കാതുകളിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവകൃപ ഞങ്ങൾ കൂടുതലായി അനുഭവിപ്പാൻ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചതായി ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ, അത് സൗഖ്യമായി, ആരോഗ്യമായി, ബലമായി, ശക്തിയായി ഞങ്ങളുടെ മധ്യേ വെളിപ്പെട്ടു വരേണ്ടതിനായി ഈ പകൽ സ്വർഗ്ഗം ഞങ്ങളോട് മനസ്സറിയേണ്ടതിനായി കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ തന്നെ അപ്പാ അവിടെ ഞങ്ങളോട് അരുളുമാറാകണമേ. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഹിതം എന്തെന്ന് വെളിപ്പെടുത്തി ഈ പകൽ ജീവിതങ്ങളോട്, ദൈവസഭയോട്, ഭവനങ്ങളോടുള്ള തിരുഹിതം വെളിപ്പെട്ടു വരുവാൻ അതേ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ തന്നെ സ്വർഗത്തിലെ പോലെ നിന്റെ ഹിതം ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുമാറാകട്ടെ. ഈ പകൽ കർത്താവേ, അടികളാകുന്ന ഞങ്ങൾ അപ്പാ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. Glory to God, glory to God. ആമേൻ. ഒരു തിരിച്ചറിവോടുകൂടെ, ആമേൻ, ദിവസം പ്രാഗൽഭ്യത്തോടുകൂടെ ദൈവത്തിന്റെ പാദപടി ആയിരിക്കുമ്പോൾ ദൈവം നമ്മോട് മനസ്സലിയേണ്ടതിനായി, ദൈവം നമ്മോട് കരുണ കാണിക്കേണ്ടതിനായി ആമേൻ ദൈവകരങ്ങൾ സമർപ്പിക്കപ്പെടുന്ന മേൽ പകരുന്ന ആത്മശക്തിയുടെ അനുഭവം ഈ പകൽ നമ്മുടെ മധ്യ വെളിപ്പെട്ട് ആമേൻ ജീവിതങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആമേൻ ആത്മീക ക്ഷീണങ്ങൾ മാറിപ്പോയി, ശരീരത്തിന്റെ ബലഹീനതകൾ മാറി ദൈവകൃപ കൂടുതലായി അനുഭവിപ്പാൻ സ്വർഗ്ഗം നമ്മെ ഇടയാക്കേണ്ടതിനായി. Glory to God, glory to God, glory to God. Hallelujah, hallelujah, hallelujah. Thank you Jesus, thank you Jesus, thank you Jesus. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതായ എല്ലാ പദവികളെയും അപ്പ അറിയുവാനായി ഞങ്ങളുടെ ബുദ്ധിയെ തെളിയിച്ചു തരുമാറാകണമേ. ഈ പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവിക വാഗ്ദത്തം നിത്യതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചവരായി ആമേൻ ദൈവസന്നിധിയിൽ പരിജ്ഞാനത്തോടുകൂടെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയുവാൻ കഴിയും ആമേൻ ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ അതെ ഇപ്രകാരം പ്രാർത്ഥിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കുന്നു. അരുൾക കർത്താവേ, അവിടുത്തെ ഹിതം എന്താകുന്നു, ഈ പകൽ എന്താകുന്നു എന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. യഥാർത്ഥമായൊരു കാഴ്ചപ്പാട് പ്രാപിച്ചവരായി, യഥാർത്ഥമായി ദൈവശബ്ദം കേട്ടവരായി, യഥാർത്ഥമായി ദൈവികാലോചന ഈ പകൽ നമ്മുടെ മധ്യ വെളിപ്പെടേണ്ടതിനായി ആമേൻ ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ദൈവകരങ്ങൾ സമർപ്പിക്കപ്പെട്ടവരായി നമ്മുടെ പ്രാണസഖിയാകുന്ന യേശുവിനെ നമുക്ക് പാടുവാൻ കഴിയട്ടെ. എന്റെ ഉള്ളത്തിൽ എത്ര ആനന്ദമേ, നിന്റെ മാർവിൽ ചേർപ്പാനായി ഞാൻ ഇതാ വരുന്നു നിന്റെ പാദത്തിൽ. ആമേ സ്തോത്രം. ആ തൃപ്പാദത്തിൽ നാം ആയിരിക്കുമ്പോൾ തൃക്കണ്ണിന്റെ മുമ്പിൽ ആമേൻ ശുദ്ധിയുള്ളവരായി തീർന്ന് ആമേൻ ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ കർത്താവിനെ ആരാധിക്കുന്ന ആമേൻ ആ നല്ല നിലയിൽ ആമേ സ്തോത്രം നമ്മുടെ മനസ്സിലെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും ഒക്കെ ഒന്ന് സമർപ്പിക്കുവാനിടയാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ അതരങ്ങളെ ഒന്ന് ചലിപ്പിച്ച് അല്പസമയം ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്പസമയം ആരും കുഞ്ഞുങ്ങളൊന്നും മൗനമായിരിക്കരുത്. ഈ പകൽ അനേകർക്ക് ആമേൻ ദൈവത്തിൽ നിൽപ്പാൻ കഴിയാതിരുന്നപ്പോൾ സ്വർഗത്തിലെ വലിയ ദൈവം നമ്മോട് കരുണ കാണിച്ച് ഈ ഭൂമിയിൽ നമുക്കൊരു ആയുസ് നീട്ടി തന്നെങ്കിൽ ദൈവത്തിന് നമ്മൾ നന്ദി പറയുവാൻ ഇടയാകട്ടെ. യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. Glory to God, glory to God, glory to God. ദൈവകരങ്ങൾ സമർപ്പിക്കപ്പെട്ടവരായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഇടകളാകുന്ന ഞങ്ങൾ തൃപ്പാദത്തെങ്കിൽ തലകളെ വണക്കുന്നു. തിരുവചനം ബുദ്ധി ഉപദേശിക്കുന്ന പോലെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായി ആമേൻ ആഴ്ചവട്ടത്തിന്റെ പ്രാരംഭ ദിനത്തിൽ ഞങ്ങൾ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗം ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. അവിടത്തേക്ക് പ്രസാദമുള്ള ഒരു ദൈവികാരാധന ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ക്ഷീണിച്ച ഹൃദയങ്ങളെ ബലപ്പെടുത്തുന്ന ആമേനാലെ രോഗമുള്ള ശരീരങ്ങളെ സൗഖ്യമാക്കുന്ന
ആമേൻ അല്ലെ ഉള്ളം കൊണ്ട് താങ്ങുന്ന, കുനിഞ്ഞതിനെ നിവർത്തുന്ന, ചിതറിയതിനെ ശേഖരിക്കുന്ന, ബലമില്ലാത്തതിന് ബലം പകരുന്ന ആമേൻ സ്വർഗീയ സാന്നിധ്യം പകൽ ഞങ്ങളുടെ മധ്യ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ നിലയിൽ കർത്താവേ ആമേൻ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ സ്വർഗം അവരെ തൊട്ട് സൗഖ്യം അയക്കുമാറാകണമേ. ശാരീരിക ക്ലേശത്തോടെ ഭവനങ്ങൾ വിശ്രമിക്കുന്നവരുണ്ട്, സ്വർഗം അവരോട് മനസ്സറിയുമാറാകണമേ. ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തുടർന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ സ്തുതിപ്പനിടയാക്കണമേ. കാഴ്ചക്കാരായിട്ടല്ല ഞങ്ങൾ വന്നത്, മറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കടന്നു വന്നവരാ. ആമേൻ ദൈവസന്നിധിയിൽ വെറും കൈയോടെ വന്നവരല്ല, ഒരുക്കമുള്ളവരായി ദൈവത്തെ നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ ഈ പകൽ നന്ദിയോടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും പേരുപേരായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ തികഞ്ഞ ആത്മസാന്നിധ്യം ഞങ്ങൾ ഇരുത്തണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ ജീവിതങ്ങളും അതേ ഹൃദയത്തിൽ അനുഭവിച്ചറിയുവാൻ, ഞങ്ങളുടെ മധ്യ ഉലാത്തുന്ന ദൈവിക സാന്നിധ്യം അത് ഹൃദയങ്ങളിൽ അനുഭവിച്ചറിയുവാൻ സ്വർഗം ഈ പകലിടയാക്കുമാറാകണമേ. കടന്നു വന്ന ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ആമേൻ ഹല്ലേലൂയ. കടന്നു പോകുമ്പോൾ ഞങ്ങൾ വന്ന പോലെ ആയിരിക്കരുത്, ഉന്മേഷം പ്രാപിച്ചവരായി, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടവരായി, ആത്മാവിൽ ശക്തി പ്രാപിച്ചവരായി ഇരുപ്പാൻ സ്വർഗം ഇടയാക്കണമേ. ആമേൻ ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങൾ, ആമേൻ തിരുവചന ധ്യാനങ്ങൾ, ആമേൻ പാട്ട്, പ്രാർത്ഥന, സകലരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം ദൈവനാമമഹത്വത്തിനായി കാരണമാക്കി തീർക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്ന ദൈവിക ആരാധന ഈ ദേശത്തിന് അനുഗ്രഹമായിരിക്കട്ടെ. ഈ പട്ടണത്തിൽ നടക്കുന്ന എല്ലാ ആരാധന കൂട്ടായ്മകളെ ഓർക്കുന്നു. ആമേൻ സ്തോത്രം. ഞങ്ങൾ ഇവിടെ ദേശത്ത് നാർപ്പിടുമ്പോൾ അത് ദൈവനാമത്തിന് സ്വീകാര്യവും മഹത്വമുള്ളതായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. ആമേൻ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ തുടർന്നൊരു ആത്മീയത കൂടെ പാടി നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരും മൗനമായിരിക്കരുത്, ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാകണം. പാടി പാടി പുകഴ്ത്താം.
ദൈവത്തെ ഈ പല ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവർ ആരും മൗനമായിരിക്കാനിടവരാതെ സത്യദൈവത്തെ സ്ഥാപനം ചെയ്യുവാൻ ഈ അവസരം നാളെ കിട്ടുമോ എന്ന് നമുക്ക് അറിയുകയില്ല. അടുത്ത സെക്കൻഡ് ലഭിക്കുമോ എന്നറിയുകയില്ല. എന്നാൽ ഉന്നതനായ ദൈവത്തെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്കറിയുകയില്ല. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയുകയില്ല. എങ്കിലും നാം ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തോത്രം പാടുവാൻ. Glory to God, hallelujah. Oh, Lord, we lift up your name, Lord, we worship you, we glorify your name, hallelujah, hallelujah. Hosanna, 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 Hosanna. Oh, Davidin sudane Hosanna. प्रभु तेरी महिमा, प्रभु तेरी महिमा, ओ खुदा स्तुति हो राजा. Glory to God, glory to God, glory to God. Hallelujah, hallelujah. Thank you Jesus, thank you Jesus. Amen, hallelujah, hallelujah. Praise God, പ്രിയരേ. ആമേൻ, സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ്സിനെ എത്ര